ഡൽഹി വിമാനത്താവളത്തിൽ CISF വനിതാ ഹെഡ് കോൺസ്റ്റബിൾ സ്വയം വെടിയുതിർത്ത് മരിച്ചു. ടെർമിനൽ മുന്നിലെ ശുചിമുറിയിൽ വെച്ച് ജീവനൊടുക്കുകയായിരുന്നു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ശരത് ലാലാണ് ചേരുന്നത്. ശരത് ലാൽ, എന്താണ് ഇതിനൊരു പ്രകോപനം? കൂടുതൽ വിവരങ്ങൾ. സ്വാതി, ഇന്ന് ഉച്ചയോടുകൂടി, അതായത് 3 മണിക്ക് ശേഷമാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരുന്നത്. കാരണം ശുചിമുറിയിൽ വെച്ച് തലയ്ക്ക് വെടിയേറ്റ നിലയിലാണ് ഈ CSF ഹെഡ് കോൺസ്റ്റബിളെ കണ്ടെത്തിയത്. കിരൺ എന്നാണ് ഇവരുടെ പേര്. കാരണം ജോലി സമ്മർദ്ദമാണോ അല്ലെങ്കിൽ വീട്ടിലുള്ള പ്രശ്നങ്ങളാണോ, എന്താണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തമല്ല. ഇത് സംബന്ധിച്ച് CSF വൃത്തങ്ങൾ ഒന്നും പറയുന്നുമില്ല. ഏതായാലും CSF ഇത് സംബന്ധിച്ച ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. കാരണം ഇവര് റൺവേ 3 എന്ന് പറഞ്ഞ അതീവ സുരക്ഷാ മേഖലയാണ്. ഇതിൽ കൂടിയാണ് കേന്ദ്രമന്ത്രിമാരും അതിലെ പ്രധാനമന്ത്രി ഒഴിച്ചുള്ള ബാക്കി MPമാരും അതേപോലെ തന്നെ ആഭ്യന്തരമന്ത്രി അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട VIPകൾ കടന്നു പോകുന്നത്. ഈ ഇത്രയും സുരക്ഷാ മേഖലയിലാണ് ഒരു ആയുധം കൈവശം വെക്കാൻ അധികാരമുള്ള ഒരു ഉയർന്ന പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ, അതായത് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥ എന്ന് തന്നെ നമുക്ക് പറയാം, അവർ സ്വയം വെടിവെച്ച് മരിക്കുന്നത്. അതും പിന്നെ യാത്രക്കാർക്കുള്ള ശുചിമുറിയിൽ പുറത്തു നിന്ന് അകത്ത് കൂട്ടിയ ശേഷമാണ് ഇവർ വെടിവെച്ചതെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്നാൽ കിരണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏത് സ്വദേശിയാണ്, പഞ്ചാബ് സ്വദേശിനെയാണ് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ഏതായാലും സൗത്ത് ഇന്ത്യ അല്ല എന്ന് വ്യക്തത വരുത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സ്വാതി, വനിതാ ദിനത്തിന്റെ തലേന്നാണ് ഇത്തരമൊരു ആത്മഹത്യ നടന്നിരിക്കുന്നത്. ജോലി സമ്മർദ്ദമാണ് കാരണമെന്നാണ് CSFിലെ പേരുവരിക്കാൻ പറ്റാത്ത സഹപ്രവർത്തകർ ഏജൻസികളോട് പറഞ്ഞത് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ച ഉന്നതതല അന്വേഷണത്തിന് തന്നെ CSF തയ്യാറായി എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഏതായാലും അതീവ സുരക്ഷാ മേഖലയിൽ ഇത്തരം ഒരു വെടിവെച്ച് ആത്മഹത്യ ചെയ്യുന്ന ഒരു സംഭവത്തിൽ ഉണ്ടായ ഒരു സംഭവം അത് സുരക്ഷാ ഏജൻസികളെയും ഞെട്ടിച്ചിട്ടുണ്ട്. സ്വാതി. ശരി ശരത് ലാൽ, ഡൽഹി വിമാനത്താവളത്തിലാണ് CISF വനിതാ ഹെഡ് കോൺസ്റ്റബിൾ സ്വയം വെടിയുതിർത്ത് മരിച്ചത്. ടെർമിനൽ 3 ശുചിമുറിയിൽ വെച്ച് ജീവനൊടുക്കുകയായിരുന്നു.